ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജിതം. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ 2ാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. 350ഓളം തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. സംസ്ഥാനത്ത് ശമനമില്ലാതെ പകൽച്ചൂട്. സൂര്യാഘാതത്തിനെതിരെ മുൻകരുതൽ നിർദ്ദേശങ്ങളുമായി ദുരന്ത നിവാരണ അതോറിറ്റി. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, അശ്വിനി വൈഷ്ണവ്, ജിതേന്ദ്ര സിംഗ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിയറ്റ്നാം പ്രസിഡന്റ് ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കേരളത്തിൽ നിയമസഭാ കക്ഷി യോഗത്തിനു ശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ UDF സമീപിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികളും ചർച്ചകൾക്കായി എത്തിച്ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ ജോസഫ് വിജയ് സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കാൻ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കാണും. പശ്ചിമബംഗാളിലും അസമിലും പുതുച്ചേരിയിലും NDAയുടെ സർക്കാർ രൂപീകരണ ചർച്ചകൾ തുടരുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരം AKG സെന്ററിൽ പുരോഗമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള ആദ്യ യോഗമാണിത്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവലോകനമാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കുടുത്താനം ഡിവിഷനിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങുന്നു. തൃക്കുടുത്താനം ഡിവിഷൻ അംഗവും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ വിനു ജോബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. 6 മാസത്തിനുള്ളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. പശ്ചിമബംഗാളിൽ പുതിയ നിയമസഭ രൂപീകരിക്കുന്നതിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. വിജ്ഞാപനം ഗവർണർക്ക് കൈമാറി. അതേസമയം ഭവാനിപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ 2ാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഉൾപ്പെടെ പ്രധാന അന്താരാഷ്ട്ര വിജ്ഞാന പങ്കാളികൾ EWG യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് തൊഴിൽ വർക്കിംഗ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട 4 മുൻഗണനാ വിഷയങ്ങളിലുടനീളം പ്രായോഗിക നയസമീപനങ്ങൾ, രാജ്യാനുഭവങ്ങൾ, സഹകരണ മേഖലകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ യോഗത്തിൽ നടക്കും. വിവിധ മേഖലകളിലുള്ള തൊഴിലാളികൾക്ക് സാമൂഹിക സംരക്ഷണവും ക്ഷേമ ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിലും ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ, പോർട്ടബിൾ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയുടെ പങ്ക് ചർച്ച ചെയ്യും. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തവും ഉൾപ്പെടുത്തലും വർദ്ധിപ്പിക്കുക എന്നതാണ് യോഗത്തിലെ മറ്റൊരു അജണ്ട. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരുൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. പഞ്ചാബിൽ അമൃത്സറിലെയും ജലന്ധറിലെയും കരസേന BSF മേഖലയ്ക്ക് സമീപം ഇരട്ട സ്ഫോടനം. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രദേശം അതീവ ജാഗ്രതയിലാണ്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ബോംബ് സ്ക്വാഡും ഫോറൻസിക് സംഘങ്ങളും പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചു. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും സജീവ പങ്കാളിത്തം, ചെറിയ ക്ലാസുകളിൽ മാതൃഭാഷയുടെയോ പ്രാദേശിക ഭാഷയുടെയോ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് SMCയുടെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാനത്ത് പകൽ ചൂടിന് ശമനമില്ല. സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. 350ഓളം തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. രാവിലെ 7:05 കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് തീർത്ഥാടകരുമായി ഫ്ലൈ അദീൽ എയർലൈൻസ് പറന്നുയർന്നത്. ആകെ 4550 പേരാണ് ഇത്തവണ കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. 13 സർവീസുകൾ ഫ്ലൈ അദീൽ എയർലൈൻസ് നടത്തും. ഇന്ന് രാത്രി 10 മണിയോടെ 350 തീർത്ഥാടകരുമായി രണ്ടാമത്തെ സർവീസ് ഉണ്ടാകും. 14 വരെയാണ് കണ്ണൂരിൽ നിന്നുള്ള ഹജ്ജ് സർവീസ്. ഇന്നലെ ആരംഭിച്ച ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നു. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. മൂന്നാർ പുഷ്പമേള ആസ്വദിക്കാൻ സഞ്ചാരികളുടെ വൻ തിരക്ക്. മൂന്നാർ ദേവികുളം റോഡിലുള്ള ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇടുക്കിയിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന സഞ്ചാരികളെ കൂടി ആകർഷിക്കുന്ന രീതിയിലാണ് പുഷ്പമേള ഒരുക്കിയിട്ടുള്ളത്. മൂന്നാർ മലനിരകളിലെ തനത് പൂക്കൾക്കൊപ്പം വൈദേശിക പൂക്കളും മേളയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. 1,00,000-ലധികം ചെടികളിലായി 2000-ലധികം പൂക്കളുടെ ശേഖരമാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണം. ഉദ്യാനത്തിൽ പുതുതായി നിർമ്മിച്ച ഇടുക്കി ജില്ലയിലെ രണ്ടാമത്തെ ഗ്ലാസ് വാച്ച് ടവർ, റെയിൻബോ റൈഡ്, മ്യൂസിക്കൽ ഫൗണ്ടൻ, സെൽഫി പോയിന്റുകൾ, 12D തിയേറ്റർ എന്നിവയുൾപ്പെടെ സഞ്ചാരികൾക്കായി നിരവധി കാഴ്ചകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മെയ് 10 വരെ നീളുന്ന പുഷ്പമേളയിൽ രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് പ്രവേശന സമയം. കണ്ണൂർ സർവകലാശാലയിൽ പബ്ലിക് റിലേഷൻ ഓഫീസറായി നിയമനം ലഭിച്ച കാഴ്ച പരിമിതി നേരിടുന്ന BJ പ്രദീപ് ചുമതലയേറ്റു. രാജ്യത്ത് തന്നെ ആദ്യമായാണ് സർവകലാശാല PRO ആയി കാഴ്ച പരിമിതിയുള്ള വ്യക്തി നിയമിക്കപ്പെടുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് നഷ്ടത്തിലും നിഫ്റ്റി നേട്ടത്തിലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 1560 രൂപ വർദ്ധിച്ച് 1,10,960 രൂപയും ഗ്രാമിന് 13,870 രൂപയുമാണ് ഇന്നത്തെ വില. ഹോർമുസിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രോജക്ട് ഫ്രീഡം ദൌത്യം താൽക്കാലികമായി നിർത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ആഗോള എണ്ണവില കുറഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 1.21% കുറഞ്ഞ് ബാരലിന് $108.54 വിലയിൽ നേരിയ കുറവുണ്ടായെങ്കിലും എണ്ണ വിപണി ഇപ്പോഴും കടുത്ത പ്രതിസന്ധിയിലാണ്. ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താൻ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം മുന്നോട്ടുവെച്ച് അമേരിക്കയും ഗൾഫ് സഖ്യകക്ഷികളും. കപ്പലുകളെ ആക്രമിക്കുകയോ നിയമവിരുദ്ധമായി ടോൾ ഈടാക്കുകയോ ചെയ്യുന്നത് തുടർന്നാൽ ഇറാൻ ഉപരോധമുൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കരട് പ്രമേയം മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ ചൈനയുടെയും റഷ്യയുടെയും വീറ്റോകൾ കാരണം ഐക്യരാഷ്ട്രസഭ പ്രമേയം പരാജയപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം മെയ് 10 ഇന്ത്യൻ സംവിധാനങ്ങൾ പാകിസ്ഥാൻ തടസ്സപ്പെടുത്തിയെന്ന തരത്തിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് സംസാരിക്കുന്ന വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്ന് PIB വസ്തുതാ പരിശോധന വിഭാഗം കണ്ടെത്തി. ഇത്തരം വീഡിയോകൾ വിശ്വസിക്കരുതെന്നും സംശയാസ്പദമായ ഉള്ളടക്കം ശ്രദ്ധയിൽപ്പെട്ടാൽ 8799711259 എന്ന നമ്പറിലോ factcheck@pib.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കണമെന്നും PIB അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോലാമിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജിതം. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ രണ്ടാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. 350ഓളം തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. സംസ്ഥാനത്ത് ശമനമില്ലാതെ പകൽ ചൂട്. സൂര്യാഘാതത്തിനെതിരെ മുൻകരുതൽ നിർദ്ദേശങ്ങളുമായി ദുരന്ത നിവാരണ അതോറിറ്റി. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.